ഏവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത് കനോണിൻ്റെ പിക്സിമ G3012 എന്ന പ്രിൻ്ററിൽ എങ്ങനെ ഇങ്ക് റീഫില്ല് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. കനോണിൻ്റെ 790 എന്ന മോഡൽ ഇങ്കാണ് ഈ മോഡൽ പ്രിൻ്ററിന് യൂസ് ചെയ്യേണ്ടത്. വേറെ സീരീസുകളോ അതേപോലെ മറ്റ് ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ മറ്റ് ബ്രാൻഡുകളോട് ഇങ്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിച്ചാൽ നിങ്ങളുടെ പ്രിൻ്ററിൻ്റെ വാറണ്ടി കട്ടാവുന്ന മാത്രമല്ല നിങ്ങളുടെ പ്രിൻറ്റിങ് ക്വാളിറ്റി തന്നെ ആകെ മാറുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ടാങ്കിൻ്റെ അവിടെ ഓരോരോ ടാങ്കിനും അവിടെ ഓരോ മാർക്കിംഗ് കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് എൻഡ് ലെവൽ വരുന്നത്. അപ്പോൾ ആ ആരോ മാർക്കിൻ്റെ മുകളിൽ എത്തുന്ന സമയത്ത് മസ്റ്റായിട്ട് ഇങ്ക് ഫില്ല് ചെയ്യണം. ഇങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ സ്കാനർ മോഡിൽ ഇതേപോലെ ഓപ്പൺ ആക്കി വെക്കണം. ലെഫ്റ്റ് സൈഡിൽ ബ്ലാക്കിൻ്റെ ടാങ്ക് കാണാൻ സാധിക്കും. അതേപോലെ റൈറ്റ് സൈഡിലാണ് കളറിൻ്റെ 3 ടാങ്കും വരുന്നത്. ഓരോരോ ടാങ്കിൻ്റെ അവിടെ ഓരോരോ കളർ കോഡുകൾ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ഒരിക്കലും ഇങ്ക് മാറി ഒഴിക്കരുത്, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം ബ്ലാക്ക് ഇങ്ക് എങ്ങനെ ഫില്ല് ചെയ്യുന്നതെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ പാക്കിംഗ് കവറെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 790 സീരീസ് ഇങ്കാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുക. അവിടെ ചെറിയ ടാങ്ക് വേറൊരു ടാങ്ക് ഉണ്ട്, അതും പാടെ ഓപ്പൺ ചെയ്താണ് നേരെ ബോട്ടിൽ ഇതേപോലെ കുറച്ച് ചെരിച്ച് വെക്കുക. ഫുള്ള് മുഴുവനായിട്ട് 90 ഡിഗ്രി ചെരിച്ച് വെക്കരുത്, ചെറിയൊരു ചെരിവ് വേണം. എന്നിട്ട് ഇതേപോലെ ചെറുതായിട്ട് പ്രസ് ചെയ്ത് ഇങ്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫോഴ്സിലി പ്രസ് ചെയ്യരുത്. അങ്ങനെ ഫോഴ്സിലി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ക് ഒന്നായിട്ട് ഓവർഫ്ലോ ആവുന്നതാണ്. അപ്പോൾ പതുക്കെ മാത്രമേ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. ഏകദേശം നമ്മൾ ഇങ്ക് ഫില്ലായി കഴിഞ്ഞാൽ നേരെ പ്രസ്സിങ് നിർത്തി ബോട്ടിൽ മാറ്റി വെക്കുന്നു. അതിനുശേഷം ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യുക. ബോട്ടിലിൻ്റെ ടോപ്പ് ഇതേപോലെ അടച്ചു വെക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് കളറിൻ്റെ സൈഡാണ്. കളറിൻ്റെ 3 ടാങ്കും റൈറ്റ് സൈഡിലാണ് വരുന്നത്. ഓരോരോ ടാങ്കിൻ്റെ അവിടെ ഓരോരോ കളർ കോഡുകൾ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ആദ്യം സിയാനാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. സിയാൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ആ പാക്ക് ചെയ്ത കവർ ഒഴിവാക്കി വെക്കുന്നു. ശേഷം ബോട്ടിലിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. നേരെ ബോട്ടിൽ നേരെ നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത പോലെ തന്നെ ടാങ്കിലേക്ക് നേരെ ഇതേപോലെ ചെറിയൊരു ചെരി വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ചെറിയ രീതിയിൽ പ്രസ് ചെയ്യുക. പതുക്കെ ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ മോഡൽ പ്രിൻ്ററിൽ ഇങ്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ക് മാറി ഒഴിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് മാത്രം ഇങ്ക് ഫില്ല് ചെയ്യുക. നമ്മളിപ്പോൾ സിയാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഫില്ല് ചെയ്യാനുള്ളത് മജന്തയാണ്. അപ്പോൾ ഞാൻ നേരത്തെ മജന്തൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മൾ സിയാൻ്റെ ബോട്ടിൽ ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യുന്നു. മജന്തൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. മജന്തൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ബോട്ടിലുള്ള പാക്കിംഗ് കവർ റിമൂവ് ചെയ്തു. ശേഷം നമ്മൾ നേരെ ബോട്ടിൽ ഓപ്പൺ ചെയ്യുകയാണ്. ബോട്ടിലിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ബോട്ടിൽ നേരെ ടാങ്കിലേക്ക് വെച്ച് ചെറിയ രീതിയിൽ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഫിസിക്കലി നോക്കുന്ന സമയത്ത് ഈ മജന്ത ഇങ്ക് നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ബ്ലാക്ക് ഇങ്കായിട്ട് തോന്നും. ഒരിക്കലും ബ്ലാക്കിൻ്റെ ബോട്ടിൽ കൊണ്ട് അതിലേക്ക് ഫില്ല് ചെയ്യരുത്, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ യെല്ലോ ആണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. യെല്ലോൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ബോട്ടിലിൻ്റെ പാക്കിങ് റിമൂവ് ചെയ്യുന്നു. റിമൂവ് ചെയ്തതിന് ശേഷം ആ ബോട്ടിലിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ നേരെ ടാങ്കിലേക്ക് ഇങ്ക് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. നേരെ ബോട്ടിൽ എടുക്കുന്നു, ടാങ്കിലേക്ക് ഇതേപോലെ വെക്കുന്നു. എന്നിട്ട് ചെറിയ രീതിയിൽ പ്രസ് ചെയ്യുന്നു. ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് ഉപയോഗിക്കരുത്. അതേപോലെ വില കുറഞ്ഞ ഇങ്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വില കുറഞ്ഞ ഇങ്കുകളോ അല്ലെങ്കിൽ മറ്റ് കമ്പനികളുടെ ഇങ്കുകളോ ഒരിക്കലും ഈ മോഡൽ പ്രിൻ്ററിൽ ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വാറണ്ടി കട്ടാവുന്ന മാത്രമല്ല പ്രിൻറ്റിങ് ക്വാളിറ്റി തന്നെ ആകെ മാറിപ്പോകുന്നതാണ്. പിന്നെ അത് റെഡിയാകാൻ വലിയൊരു എക്സ്പെൻസിലേക്ക് പോകും. അപ്പോൾ അത് കഴിയുന്നതും നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒറിജിനൽ ഇങ്ക് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ക് കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സ്കാനർ മോഡ്യൂൾ ഇതേപോലെ ക്ലോസ് ചെയ്ത് വെക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഉപയോഗിക്കുന്ന സമയത്തെല്ലാം 4 ടാങ്കിൻ്റെയും ഇവിടെ നമുക്ക് ലെവലുകൾ കാണാൻ സാധിക്കും. അത് കുറഞ്ഞ് താഴെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ആ ആരോ മാർക്കിൻ്റെ മുകളിൽ എത്തുന്ന സമയത്ത് മാത്രം ഇങ്ക് ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ബ്ലാക്ക് ഓൺലി ആണെങ്കിൽ പോലും 4 ടാങ്കിലും അതിൻ്റേതായ ഇങ്കുകൾ എപ്പോഴും ലോ ലെവലിൻ്റെ മേലെ മെയിൻറ്റെയിൻ ചെയ്യണം, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.